പടച്ച തമ്പുരാൻ ഇറങ്ങി വന്നാലും ആഷിൻ ജാസിൻ പിരിയില്ല. ജാസിന്റെ കൈ പറയുമ്പോൾ ആഷിന്റെ കഴുത്തിന് തല പോകണം. എന്നെ എൻ്റെ കുടുംബത്തിൽ ജാസിനായിട്ട് സ്വീകരിക്കാൻ പറ്റും സ്വീകരിച്ചാൽ അല്ലെങ്കിൽ സ്വീകരിക്കണമെന്നില്ല. ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോയി. എന്താലേ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രണയം. സത്യത്തിലൊരു BGMന്റെ കുറവും കൂടി ഉണ്ട് അല്ലേ. പിന്നെ അതല്ല, പടച്ച റബ്ബ് വിചാരിച്ചാലും കൂടി പിരിക്കാൻ പറ്റാത്ത പ്രണയം. ഔ വല്ലാത്ത ആദി ചിലക്കാണ്ട പോടാ. പടച്ച റബ്ബിൽ നിങ്ങളെ പിരിപ്പിക്കലല്ലേ പണി. ഇതിപ്പോൾ എന്താണെന്നറിയോ, രണ്ടാണുങ്ങളും കൂടി വല്ല പടവിനും തേപ്പിനും പോണീന് പകരം യൂട്യൂബ് കടന്ന് പണിയെടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെന്ത് തല പോയി കഴിഞ്ഞാലും ഞാൻ ജാസിന് വിടൂലാണ്. ഏയ് അങ്ങനെയൊന്നും പറയരുതേ. പണിക്കും പോകാതെ തടി അനങ്ങാതെ സുഖമായിട്ട് ഇങ്ങനെ സോഫയിൽ ഇരിക്കുമ്പോൾ ജാസി എനക്ക് തരുന്ന തീട്ടം നിന്നാൻ എനിക്ക് പിന്നെ പറ്റൂല. അപ്പം ഇജ്ജാ സുഖം കണ്ടു, അപ്പം അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ആർക്കും ഒരു ഉപകാരമില്ലാത്ത കളിമൺ തല. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആഷി ജാസി ഈ വേട്ടന്മാരെ അറിയാത്തവരായിട്ട് അധികം ആരുമില്ല, അതുകൊണ്ട് അധികമൊന്നും പറയണ്ടല്ലോ. ആഷിൻ്റെ ഉമ്മ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ വന്നിക്കണു രണ്ടാളും കപ്പിയും കയറും എടുത്തിട്ട് വള്ളം കോരാൻ. അപ്പോൾ എന്തായാലും അതിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. ജാസിങ് എടുത്തിട്ട് മിസ്റ്റേക്ക് കൊണ്ടിട്ട് കൈ കയറിയാണ്. അല്ലാണ്ട് ജാസി വരയ്ക്കില്ല, ഞാൻ വരയ്ക്കില്ല. വരയ്ക്കുന്ന ആശയപ്പ് ഇവിടെ വരയ്ക്കട്ടോ. ഇത് കണ്ടോന്നറിയില്ല, ഇവിടെ കുറേ വരകളുണ്ട്. പിന്നെ ഇതാണ് ഏറ്റവും സ്റ്റിച്ച് പറഞ്ഞത്. ഏയ് അത് ജാസി വരച്ചൊന്നല്ല, ജാസി പാവല്ലേ. ആ ഇടി കിട്ടിയതിൻ്റെ ക്ഷീണം തന്നെ അവൻ്റെ മുഖത്തൊന്നും ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ ഒരു വെടുമ്പോത്ത് പറയണേ ആശി വരയ്ക്കുമ്പോൾ ഇവിടെ വരയ്ക്കുന്നു. നാണല്ലട ചങ്ങായി എനിക്ക്. അലാക്കിൻ്റെ ലൈല മജ്നു പ്രണയല്ലേ കയ്യൊക്കെ മുറിക്കാൻ. മാരിയൊക്കെ പൈക്കൊച്ച്. എന്തായാലും ബാക്കിയാണ്. ഞാൻ ജാസിൻ്റെ തന്നെ കിട്ടുള്ളൂ, ജാസിൻ്റെ അടുത്ത് തന്നെ ജീവിക്കുള്ളൂ. ഇനി തല പോയിക്കോട്ടെ, ഞാൻ എല്ലാവർക്കും ഒറ്റ ആയിക്കോട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ ജാസി കൊടുത്ത വാക്കാണ്, ജാസിനെ ഒരിക്കലും പിടിച്ചു നിർത്തിക്കില്ല. വാക്കാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ എനിക്കൊരു തെറ്റുപറ്റി. ഇജ് വാക്ക് കൊടുത്ത ഒരാണിനാണ് സായിപ്പേ, അതാണ് ഇജ് മറന്നേ. ബാക്കിയാണ് പറയുന്നത്. ജാസി ഒരിക്കലും കുണ്ടനല്ല, ഞാനാ കുണ്ടണ്ടാ. ജാസിനെ പടച്ചോനാണ് അങ്ങനെ ആക്കിയത്. ഇപ്പൊ ഇതിൽ പറയാം ജാസിയെ ഫണ്ടാണിരുന്നതായിരുന്നു. അയ്യേ ഈ ചങ്ങായിന്റെ കിളി വയ്ക്കണം, അത് അതേമാതിരി അഭിനയിക്കണം. ഓൻ പറയണേ ജാസി ഒരിക്കലും കുണ്ടനല്ല, ഞാനാണ് കുണ്ടെന്ന്. ഇതെന്താ വല്ല പദവിയാ? വല്ല യുദ്ധത്തിനൊക്കെ പോയി ജയിച്ചു വന്നാൽ കിട്ടൂലേ പദവി? അതേമാതിരി പറയാൻ പറ്റൂല. രണ്ടാളും ചിലപ്പോൾ വല്ല യുദ്ധം ചെയ്യുന്നുണ്ടാവും, അതിൽ കിട്ടിയ പദവിയാക്കരാം കുണ്ടൻ. ഇപ്പൊ ശരിയാണ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയാനിരുന്നു. ഇപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ബാക്കിയാണ്. ടീം സർക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ വിളിച്ച 100 ആൾക്കാർ ഇപ്പോഴും എനിക്ക് വരും. എനിക്ക് പ്രശ്നം പറഞ്ഞാൽ വരുന്ന ആൾക്കാർ എൻ്റെ ഉണ്ട്. എൻ്റെ കാർക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ ജാസിനെ വിട്ടു പോയി പറഞ്ഞാൽ ജാസിനെ അവിടെ തന്നെ തല തൂക്കുന്നില്ല. നാട്ടിൽ ഇവിടുന്ന് വിട്ടു ജാസിൻ്റെ മുഖത്തൊന്നും കൊടുത്തിട്ട് എനിക്ക് പോകാൻ ഇവിടുന്ന് എനിക്കറിയാം. വിളിച്ചാൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ വരും. ഇതല്ലേ പറഞ്ഞിട്ട് കുണ്ടനാണെന്ന്. കുണ്ടന്മാരെ തരുന്ന കുറച്ച് ആൾക്കാരൊക്കെ വരും, അത് സത്യം കേട്ടോ. നിങ്ങളൊന്നും വിശ്വസിക്കാനും പറ്റൂലേ. നിങ്ങളൊക്കെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇജ്ജ് പറഞ്ഞില്ലേ ഓൻ്റെ മുഖത്തൊക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ടാവുന്ന്. പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ. ആ പഞ്ചും ആ കിക്കൊക്കെ. ആ പഞ്ചിനും കിക്കിനൊക്കെ എത്ര പവർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അനക്ക് ഇഞ്ഞും എൻ്റെ അടുത്ത് കിട്ടും. എന്നിട്ട് കടിച്ചു മാന്തി പിച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, അപ്പം എനക്ക് തരാം. എന്തായാലും ബാക്കിയാണ്. എന്നെ പ്രസവിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മരിക്കില്ല. എനിക്ക് എന്നെ കാണണം, ഞാൻ വന്ന് കാണും. അതിന് ആരും എന്നെ തല തൂക്കൊന്നുമില്ല. ഞാൻ വരും കാണും, എനിക്കെന്താ ശരി ഞാൻ ചെയ്യും. എൻ്റെ ഉമ്മക്ക് ഒരു ഉമ്മ കൊടുക്കണം കൊടുത്തിട്ട് വരും. എടാ മരമോയന്തേ, ആ ഉമ്മ പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ വരാത്ത ആൾ ഇനി മരിച്ചു കഴിഞ്ഞിട്ട് കാണാൻ വരണ്ടാന്ന്. ആ ഉമ്മ ഇപ്പോഴും ജീവനോടുണ്ട്. എനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യേ. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ പോകും, ഞാൻ ഉമ്മ കൊടുക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു മരപ്പൊട്ടനെ ഞാൻ ആദ്യമായിട്ടാണ്. ഇനി ഇവൻ്റെ പാർട്ട്ണർ മെയിൻ അവതാരം ജാസികാക്ക് എന്തൊക്കെയാ പറയാണ്ട്, അതും കൂടി ഒന്ന് കാണാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 2 പേര് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പല വീട്ടിലും പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇതിന്റെ പേരാണോ സ്നേഹം? രണ്ടാണുങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതിന്റെ പേര് സ്നേഹം എന്നാ ഞാൻ കേട്ടിക്കണ. രണ്ടാണുങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടണതൊക്കെ കുണ്ടം പരിപാടി എന്നാണ്. ചിലപ്പോൾ കേട്ടതിന്റെ കുഴപ്പമാക്കല്ലേ. എന്തായാലും ബാക്കിയാണ്. എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നതോ അല്ല. ഒരിക്കലും ആ ഉമ്മ എന്നെ, ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ഉമ്മാന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്താണ് ചെങ്ങായി ഇജ്ജ് പറയണേ? എന്നെ അംഗീകരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉള്ളതാണ്. അവിടേക്ക് ഒരാണായിട്ടുള്ള എന്നെ എങ്ങനെ കേട്ടുക? ബോധമുള്ള ആൾക്കാർ ആരെങ്കിലും അത് ചെയ്യൂ. പിന്നെ ആഷിൻ്റെ അമ്മ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 3 ആണുങ്ങളുണ്ട് ഇത്രേ. ഇനി ഇവർ 4ാമതൊരാണിനെ വേണ്ടാന്ന് പറയണത്. അപ്പം എന്താ എനിക്ക് പറയാനുള്ളത്? ബാക്കി പറയാം. എനിക്കറിയില്ല ഉമ്മാക്ക് എന്തിനാണ് എന്നോട് ഇത്ര ശത്രുത എന്നുള്ളത്. അനക്കറിയില്ലേ ആ ഉമ്മാക്ക് എന്താ ദേഷ്യം? നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകണ വില്ലന്മാരെ? അതേപോലെ ആ ഉമ്മാന്റെ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയൊരു താടി മീശയും വെച്ചൊരു വില്ലനാണിത്. നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവൻ്റെ കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോ കാട്ടിത്തരാം.
ഇങ്ങനെയൊക്കെ കണ്ട എന്നെ എങ്ങനെ മരുമോളാക്കുക? ആ ലജ്ജന്നെ പറയും. താടി മീശയും പഠിച്ചുകൊണ്ട് മാത്രം ഇതൊരു പെണ്ണാവോ? ആ ലജ്ജന്നെ എൻ്റെ മനസ്സിത്തി എന്ന് പറഞ്ഞ. എന്തായാലും ബാക്കിയാണ്. എന്ത് ഒരു ഇതാണ് അതിൽ ഉമ്മാക്ക് കിട്ടുന്നത്? എന്നെ പല ആൾക്കാരും വാക്ക് കിട്ടും. എന്തിനാണ് ഉമ്മ എന്നെ പേഴ്സണലി താറടിക്കുന്നത്? ഞാൻ ഉമ്മാക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്? ഒരു എന്തൊക്കെ ഈ ചങ്ങായി പറയണേ? ഇതിനും വലിയ ദ്രോഹം ഇനി ചെയ്യാനുണ്ടോ? ഒരു കുടുംബത്തിന് മൊത്തം സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയില്ലേ? പിന്നെ ആ പൊട്ടനെയും കൊണ്ട് എല്ലാ ഇന്റർവ്യൂ കൂടി നടന്ന് പറയിപ്പിക്കണുണ്ട്. ഇനി ഇതിലും കൂടുതൽ എന്ത് ദ്രോഹമുണ്ട്? എന്തായാലും ബാക്കിയാണ്. സത്യം വിജയിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിനെ അറിയാലോ എന്താണ് സത്യം, അല്ലെങ്കിൽ ആരാണ് നുണ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അത്രമാത്രം. ഇതന്നെ എൻ്റെ അടുത്തും പറയാനുള്ളത്. കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ ഇജ്ജാൻ്റെ ബടിയും ഇതിനൊക്കെ ഉത്തരം പറയാതെ ഇവിടുന്ന് പോകൂല. എന്തായാലും ഈ വേഷം കെട്ടിയിട്ടും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി നടക്കണം ഇവരെയൊക്കെ പടച്ചം പുറത്തു കൊടുക്കട്ടെ. ഇവരെയൊക്കെ പടച്ചം തന്നെ ആക്കട്ടെ. അല്ലാതെ എന്താ ഇതിലൊക്കെ പറയണു? അതുവരേക്കും ടാറ്റ ബൈ ബൈ.